Hi, I am Rojas Juice, Managing Director of Alpha Academy. 2022 അക്കാഡമിക് ഇയറിൽ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 11 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ഓൾ ഇന്ത്യ വൈസുള്ള 45 യൂണിവേഴ്സിറ്റികളിൽ മൊത്തം 2800ഓളം സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ഓൾ ഇന്ത്യ ലെവലിൽ NDA നടത്തുന്ന എക്സാമിനേഷനാണ് ഐക്കർ എക്സാമിനേഷൻ, ICAR എക്സാമിനേഷൻ. ഈ ICAR എക്സാമിനേഷൻ എഴുതുന്നതിലൂടെ, ഐക്കർ എക്സാമിനേഷൻ എഴുതുന്നതിലൂടെയാണ് ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ കോഴ്സുകളിൽ, നമുക്കറിയാം ഈ ഐക്കർ എക്സാമിനേഷനിലൂടെ നമുക്ക് ഇന്ത്യ മുഴുവനുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ക്യാമ്പസുകളിലെയും 15% സീറ്റുകളാണ് NDA ഫില്ല് ചെയ്യുന്നത്. ബാക്കി അതാത് സ്റ്റേറ്റുകളിലെ കോളേജുകളിലെ ബാക്കി 85% സീറ്റ് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ എൻട്രൻസ് കമ്മീഷനാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുകയും സീറ്റുകൾ ഫില്ല് ചെയ്യുകയും ചെയ്യുക. കേരളത്തിലെ 4 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെയും അഗ്രികൾച്ചർ ക്യാമ്പസുകളുടെയും 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത് നീറ്റ് എക്സാമിനേഷൻ വഴി കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനാണ്, കീം വഴിയാണ്. ബാക്കി വരുന്ന 15% സീറ്റ്, കേരളത്തിലെ ഉൾപ്പെടെയുള്ള 15% സീറ്റ്, ഓൾ ഇന്ത്യ വൈസുള്ള 15% സീറ്റ്, ഈ സീറ്റുകളിലേക്ക് 11 കോഴ്സുകളായ BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, ബാച്ചിലർ ഓഫ് ഫോറൻസിക് സയൻസ്, ബാച്ചിലർ ഓഫ് ഫിഷറി സയൻസ്, BSc ഫോറസ്ട്രി, BSc കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, BSc സെറികൾച്ചർ, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി, ഇങ്ങനെ 11 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ, ഓൾ ഇന്ത്യ വൈസിലുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഐക്കർ കോഴ്സിലൂടെയാണ്, ഐക്കർ എക്സാമിനേഷനിലൂടെയാണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുക. NDA ആണ് കംപ്ലീറ്റ് ചെയ്യുക, അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഈ കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ ഓഗസ്റ്റ് 19 വരെയാണ് NDAയുടെ വെബ്സൈറ്റായ www.aiker.nda.ac.in ഈ വെബ്സൈറ്റിലൂടെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 19 വരെയാണ്. ഈ 19 വരെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഓഗസ്റ്റ് 23 വരെ സമയം തരും. അതിനുശേഷം ഇന്ത്യ മുഴുവൻ ഓൺലൈനായിട്ടുള്ള എക്സാമിനേഷൻ, അത് ഓഗസ്റ്റ് ലാസ്റ്റോ സെപ്റ്റംബർ ആദ്യമോ ആയിരിക്കും ഐക്കറിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുക. 2.5 മണിക്കൂറുള്ള 150 മിനിറ്റിൻ്റെ ഐക്കർ എക്സാമിനേഷൻ നടക്കുക. ഈ ഐക്കർ എക്സാമിനേഷനിൽ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെയോ എക്സാമിനേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുള്ളവർക്കോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിട്ടുള്ളവർക്കോ ഈ 11 കോഴ്സുകളിലെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ടും ഓൺലൈൻ രജിസ്ട്രേഷനിലും പങ്കെടുത്ത് അർഹമായ ഒരു സീറ്റ് നേടിയെടുക്കാം. നമുക്കറിയാം മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ എക്സാമിനേഷനായ നീറ്റ് എക്സാമിനേഷൻ, ആ നീറ്റ് എക്സാമിനേഷൻ ത്രൂ അഡ്മിഷൻ ലഭിക്കുന്നത് MBBSഉം BDSഉം ഓൾ ഇന്ത്യ ലെവലിലുള്ള സീറ്റുകൾ. ആ സെയിം എക്സാമിനേഷനിൽ നിന്നും സ്റ്റേറ്റ് വൈസ് വരുന്ന ബാക്കി ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, എൻവിറോൺമെൻറ്റൽ സയൻസ്, ബയോടെക്നോളജി, ഇത്രയും കോഴ്സുകളുടെ 85% സീറ്റ് ഫില്ല് ചെയ്യുന്നതും കീമാണ്. ഇതിനോടൊപ്പം ഓൾ ഇന്ത്യ വൈസുള്ള ഈ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 11 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും നാം ഈ ഐക്കർ എക്സാമിനേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 11th 12th ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത, 2022 കംപ്ലീറ്റ് ചെയ്ത അഗ്രികൾച്ചർ സ്ട്രീമിലെ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും ഈ വെബ്സൈറ്റിലേക്ക് എൻ്റർ ആയിക്കൊണ്ട് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്ത്, കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നെയിം, അഡ്രസ്സ്, അതേപോലുള്ള ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട ഡോക്യുമെൻസുകൾ എന്ന് പറയുമ്പോൾ എലിജിബിലിറ്റി നേടാനുള്ള എല്ലാ ഡോക്യുമെൻസുകളും, റിസർവേഷൻ ഡോക്യുമെൻസുകളും ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം തഹസീൽദാറുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന സർട്ടിഫിക്കറ്റുകളാണ്. അത് OBC NCL സർട്ടിഫിക്കറ്റ് ആണെങ്കിലും EWS സർട്ടിഫിക്കറ്റുകളാണെങ്കിലും അങ്ങനെ
നാം അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു സർട്ടിഫിക്കറ്റും തഹസിൽദാറുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഡിസബിലിറ്റി ഉള്ള PWD കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ 40% ഡിസബിലിറ്റി ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജുകൾ അതുപോലുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും കരസ്ഥമാക്കിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. ഈ ഐക്കർ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 800 റുപ്പീസും റിസർവേഷനുള്ള OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 770 റുപ്പീസും അതേപോലെ SC ST PWD കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 400 റുപ്പീസുമാണ് ആപ്ലിക്കേഷൻ ഫീസായി നാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ മെഡിക്കൽ സെക്ടറിലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറിലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫിഷറി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കോഴ്സിലേക്ക് വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാവുന്ന 15,000 റുപ്പീസ് മാത്രമാണ് ഈ അഗ്രികൾച്ചർ കോഴ്സൊക്കെ കേരളത്തിൽ പഠിക്കുമ്പോൾ ഫീസായിട്ട് വരിക. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ ഏറ്റവും മികച്ചൊരു കോഴ്സിലേക്കും ഏറ്റവും മികച്ചൊരു പ്രൊഫഷനിലേക്കും എത്താൻ സാധിക്കുന്ന ഐക്കർ എക്സാമിനേഷൻ നിർബന്ധമായും എഴുതുവാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. മനസ്സിലാക്കാം, ഓഗസ്റ്റ് 19 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം. അതിനു മുമ്പായി കൃത്യമായി തന്നെ വെബ്സൈറ്റിലൂടെ നാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഓൺലൈനായി നടക്കുന്ന എക്സാമിനേഷൻ എഴുതി എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2022 എക്സാമിനേഷനിൽ ഏറ്റവും നല്ലൊരു വിജയം നേടാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. അത് നീറ്റ് എക്സാമിനേഷൻ ആവട്ടെ, ഐക്കർ എക്സാമിനേഷൻ ആവട്ടെ, എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏതൊരു എക്സാമിനേഷൻ ആവട്ടെ, ഏതൊരു എക്സാമിനേഷനിലും 11ലെയും 12ലെയും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പോലും ഈ പരീക്ഷകൾക്കൊന്നും ചോദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കാൻ സാധിക്കാതെ, നന്നായി ഒരുങ്ങാൻ സാധിക്കാതെ, അല്ലെങ്കിൽ എക്സാമിനേഷൻ ടൈമിൽ ഏറ്റവും നന്നായി എക്സാമിനേഷൻ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കാതെ ഏറ്റവും നല്ലൊരു വിജയം നേടാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് വിജയം നേടണോ? നിങ്ങളുടെ ഇപ്പോഴുള്ള കഴിവല്ല, മറിച്ച് വിജയം നേടാൻ കഴിവുള്ളവരായി മാറ്റപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിപ്പെടാൻ ആൽഫ അക്കാഡമിയുടെ അല്ലെങ്കിൽ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പ്രോഗ്രാമുകളിലേക്ക്, അത് റിപ്പീറ്റർ ബാച്ചോ ലോങ് ടൈം കോച്ചിങ്ങോ അല്ലെങ്കിൽ സ്കൂളിനോടൊപ്പം 11th 12th ചേർത്ത് എൻട്രൻസും കൂടെ ചേർന്ന് പഠിക്കുന്ന സ്കൂളിംഗ് സിസ്റ്റത്തിലോ ഏതൊരു കോഴ്സിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് വരാം. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സംശയങ്ങൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തോ കൗൺസിലിംഗ് പ്രൊസീജിയർ ടൈമിലോ ഏതൊരു സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ വിജയത്തിലേക്ക്, വിജയപാതയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഏവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.